മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോഴേ പല മണ്ഡലത്തെപ്പറ്റി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ വേറൊരു മണ്ഡലം വേറിട്ട് നിൽക്കുന്നു. അത് പത്തനാപുരമാണ്. എല്ലാ പ്രാവശ്യവും പത്തനാപുരം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗണേഷ് കുമാറും ബാലകൃഷ്ണപിള്ളയൊക്കെ തന്നെയാണ്, അല്ലേ? പക്ഷേ ഈ പ്രാവശ്യം ഇച്ചിരി ടൈറ്റ് മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് ഗണേഷ് കുമാറിന് എല്ലാ എതിരായിട്ട് വന്നേക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് സമുദായത്തിൽ നിന്ന്, അതുപോലെ പാർട്ടിയിൽ നിന്ന്, ഒരുപക്ഷെ തൻ്റെ മുന്നണിയിൽ നിന്ന് തന്നെ ഗണേശന് എതിരഭിപ്രായം വന്നേക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് ഗണ്യമായ വോട്ട് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 14,336 വോട്ടിനാണ് ഗണേഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുന്നത്. 2016 ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 24,562 വോട്ടായി. ഏകദേശം 10,000 വോട്ടോളം കുറയ്ക്കാൻ പറ്റി. അതുതന്നെയാണ് ചാമക്കാലയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അതിനുശേഷം ചാമക്കാല അവിടെ നിൽക്കുകയും ഗണേശനെ എങ്ങനെയും തോൽപ്പിച്ചേ പറ്റൂ എന്നുള്ള കഠിനാധ്വാനത്തിൽ തന്നെയായിരുന്നു ചാമക്കാല. എനിക്ക് തോന്നുന്നു ചാമക്കാല വേറെ ഒരിടത്തോട്ടും പോകാതെ പത്തനാപുരത്ത് തന്നെ സ്ഥിര താമസിക്കുന്നതാണ് നമ്മൾ 5 കൊല്ലം കണ്ടത്. ഈ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് 4-ാം തീയതി അറിയാം. MLA ആയ ഗണേഷ് കുമാറിനേക്കാൾ കൂടുതൽ അവിടുത്തെ വീടുകൾ കയറിയിരുന്നത് ജ്യോതികുമാർ ചാമക്കാലയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഗണേശനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഗണേശന് ഒരു പേരുണ്ട്. പ്രത്യേകിച്ച് MLA എന്നതിലുപരി എനിക്ക് തോന്നുന്നു ഗണേശൻ അറിയപ്പെടുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ, മികച്ച ഒരു മന്ത്രി എന്ന നിലയിൽ. ലാസ്റ്റ് KSRTC അതിനു മുമ്പ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് ഗണേശൻ വന്നതിന് ശേഷം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് KSRTCയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. പല ഭരണപരിഷ്കാരങ്ങളും നടപ്പിലാക്കി. മറ്റേത് പത്രങ്ങളിലെന്നും KSRTCയെ പറ്റി എല്ലാ മാസവും കാണുമായിരുന്നു. അതെല്ലാം മാറി ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരും, നവീകരിക്കാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും അദ്ദേഹം മന്ത്രിയായിരുന്നപ്പം എനിക്ക് തോന്നുന്നു MLA ആയിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഭരണ മികവ് പുലർത്താൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ബാലകൃഷ്ണപിള്ളയേക്കാൾ കൂടുതൽ. അതാണ് ഗണേശൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. വ്യക്തിജീവിതത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ മാന്യതയില്ല. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തിജീവിതം പോലെ വേറെ, ഭരണമികവ് വേറെ, രാഷ്ട്രീയം വേറെ എന്നുള്ള രീതിയിലാണ്. അത് തന്നെയാണ് പലപ്പോഴും. പക്ഷേ അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാറുണ്ട്. കാരണം സ്വന്തം പാർട്ടിയിലാണെങ്കിൽ അത് വ്യക്തിജീവിതവും, പിന്നെ വ്യക്തിജീവിതത്തിൽ മാന്യത പുലർത്തുന്നത് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്നുള്ള ഘടകമുണ്ട്. പക്ഷേ ഗണേശന് പലപ്പോഴും അതൊന്നൊരു ബാധകമല്ല. ഗണേശനെ എതിർക്കുന്നതിൽ വളരെ രസകരമായ സംഗതി, ഗണേശനെ എതിർക്കുന്നവരിൽ ഒരു കൂട്ടം ഇടതുപക്ഷ അനുഭാവികളും ഉണ്ട് എന്നുള്ളതാണ്. ഗണേശൻ്റെ പരാജയം അവര് സ്വപ്നം കാണുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഗണേശൻ ഈ പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ ഗണേശൻ്റെ പാർട്ടി തന്നെ ഇല്ലാതാകും. കേരള കോൺഗ്രസ് ബി തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലും. പടലപ്പിണക്കങ്ങൾ കൊണ്ട് കലുഷിതമാണ് അവിടെ. പിന്നെ മന്ത്രിസ്ഥാനം ഉള്ളത് കൊണ്ട് ഗണേശനെ എല്ലാവരും ചുറ്റിപ്പറ്റി നിൽക്കുന്നേ ഉള്ളൂ. മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. അതാണ് അവസ്ഥ. പണ്ട് കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയുടെ അവസ്ഥ ഇത് തന്നെ. തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പം ആ അവസ്ഥയിലേക്ക് ഗണേഷ് കുമാർ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാ തെരഞ്ഞെടുപ്പും നമ്മൾ കേൾക്കും, പക്ഷേ അവസാനം പടിപടിയായിട്ട് ഗണേശൻ പിടിച്ചു കയറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രാവശ്യം എല്ലായിടത്തു നിന്നും ഗണേശനെതിരാണ്. അത് പിടിച്ചു കയറാൻ ഗണേശന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗണേശന് അടുത്ത കാലത്തൊന്നും തോൽപ്പിക്കാൻ പറ്റുമെന്ന് പിന്നെ തോന്നുന്നില്ല. സമുദായത്തിൽ നിന്ന് നന്നായി എതിർപ്പുണ്ട്, പാർട്ടിയിൽ നിന്ന് നന്നായി എതിർപ്പുണ്ട്. സ്വന്തം പാളയത്തിൽ നിന്ന് എതിർപ്പുമായിട്ട് നിൽക്കുന്ന ഗണേശനെയാണ് കാണുന്നത്. മറ്റൊരു വശത്ത് പ്രതിപക്ഷത്തിൽ ശക്തമായ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല. ഈ 2 കാര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യാൻ ഗണേശന് കഴിയുന്നു എന്നതിനെ ആസ്പദമാക്കിയാകും ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് എന്ന് പറയുന്നത് 1,85,116 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് പോൾ ചെയ്തത് 1,37,036 വോട്ട് പോൾ ചെയ്തു. അങ്ങനെ 74 സംതിങ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തത്. ഈ പ്രാവശ്യം വോട്ടിങ്ങിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം 1,85,000 ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 1,79,783 വോട്ടായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 1,35,145 വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 1,37,000 ഉണ്ടായിരുന്നു. ഏകദേശം 2,000 വോട്ടോളം കുറവാണ്. 75.12% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നിലപാട് തന്നെ എടുക്കാമെന്ന് തോന്നുന്നു. ഏകദേശം 2,000 വോട്ടോളം കുറവാണ് ചെയ്തിരിക്കുന്നത്. അതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് കാര്യത്തെയൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ വേറൊരു നിർണായകമായ കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പുതിയ വോട്ടർമാർ ഈ പ്രാവശ്യമുണ്ട്. പുതിയ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് എന്നെ ആശ്രയിച്ചിരിക്കും. ഒരു മടുപ്പ് ജനങ്ങൾക്കുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയണം. കാരണം ഒരാൾ MLA ആയി കഴിയുമ്പോൾ അവിടെ ഒരു മടുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭരണവിരുദ്ധ വികാരം പത്തനാപുരത്തുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് ഗണേശൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെയാണ് നോക്കുന്നത്. ലോക്സഭാ ഇലക്ഷനിൽ മികച്ച ഭൂരിപക്ഷം UDF നേടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം, എനിക്ക് തോന്നുന്നു ഇത്രയും നിങ്ങൾ ഇല്ലാത്തതുപോലുള്ളൊരു വിജയം നേടാൻ പറ്റി. 8 പഞ്ചായത്തിൽ 6 തൂത്തുവാരി. കഴിഞ്ഞ പ്രാവശ്യം 2020 2 പഞ്ചായത്ത് മാത്രമേ UDFന് കിട്ടിയുള്ളെങ്കിൽ ഈ പ്രാവശ്യം 6 പഞ്ചായത്ത് തൂത്തുവാരി. അത് തന്നെ ഒരു മാറ്റത്തിൻ്റെ കാറ്റാണോ ഇവിടെ വീശുന്നത് എന്ന് ഈ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അതൊക്കെ തന്നെയാണ് UDFന് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാകുന്നത്. ജ്യോതികുമാർ ചാമക്കാലയുടെ ആ പ്രിഫറൻസ് കൃത്യമായിട്ടൊരു മണ്ഡലത്തിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വേണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ ജ്യോതികുമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയിക്കുക. എനിക്ക് തോന്നുന്നു ജ്യോതികുമാറിനെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. വേറെ ഒരിടത്തും പോവാതെ അവിടെ അട്ടിപ്പേറ് കിടന്ന് മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും ആ പത്തനാപുരത്ത് എന്താഘോഷം നടന്നാലും അവിടെല്ലാം ജ്യോതികുമാർ ചാമക്കാല എത്തിയിട്ടുണ്ട്. അത്രയൊന്നും ഈ ഗണേശന് എത്താൻ പറ്റിയിട്ടില്ല. അതാണ് ഗണേശൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഗണേശനെ സംബന്ധിച്ച്. അതുപോലെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിമർശനങ്ങളും ഉണ്ട് ഗണേശനെ പറ്റി. നമ്മുടെ സരിതയുടെ കേസ്, ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ഉമ്മൻചാണ്ടി ചതിച്ചത് ഗണേശനാണെന്ന് പറയുന്നു. അപ്പം ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് ഈ പ്രാവശ്യം എങ്ങനെയും ഗണേശൻ തോൽപ്പിച്ചേ പറ്റൂ എന്ന് നിൽക്കുകയാണ്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഗണേശൻ്റെ പരാജയത്തിന് തുടക്കമായിരിക്കും ഇത് കുറിക്കുന്നത്. ഇനി ഒരിക്കലും കേരള കോൺഗ്രസ് B എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുപക്ഷെ അസ്നേഹം കൂടെ ആകാം. ഗണേശൻ തോറ്റു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ പാർട്ടി ഇല്ല. പിന്നെ ഇതിന് രസകരം എന്ന് പറയുന്നത് പലപ്പോഴും ഗണേശൻ 3-4 പ്രാവശ്യം മത്സരിക്കുമ്പോഴും 2 പ്രാവശ്യം UDFുമായിട്ടും ചേർന്നു, പിന്നെ LDFുമായിട്ട് ചേർന്നാണ് മത്സരിക്കുന്നത്. അപ്പോഴൊക്കെ തന്നെ കേരള കോൺഗ്രസ് Bക്ക് അധിക ജനപിന്തുണയൊന്നും ഇല്ല. ഗണേശനും അതുപോലെ ഇടതുപക്ഷത്തിലാണെങ്കിൽ CPMനും അതുപോലെ UDFിലാണെങ്കിൽ കോൺഗ്രസുമായിട്ട് ചേർന്ന ഒരു മുന്നണിയാണ് പലപ്പോഴും ഗണേശനെ ജയിപ്പിക്കാറുള്ളത്. അവിടെ കോൺഗ്രസിൻ്റെയും BJPയുടെയും അതുപോലെ CPMൻ്റെ വോട്ടേ ഉള്ളൂ. അല്ലാതെ ഗണേശൻ അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പം PC ജോർജ് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതേ അവസ്ഥ തന്നെ ആവും. പക്ഷേ ഗണേശനെ ജയിപ്പിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്സുകാരും ഇപ്പം ഇടതുപക്ഷവും നന്നായി വിയർക്കുകയാണ്. ഇതിലെല്ലാം ഫലം കൊള്ളുന്നത് ഗണേശനാണ്. പക്ഷേ അതൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ പ്രാവശ്യം കൃത്യമായിട്ട് അറിയാം. കാത്തിരുന്ന് കാണാം. ഗണേശൻ്റെ വിധി എന്താണെന്നറിയാൻ. ഗണേശൻ തോക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.